ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വണ്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളുമല്ല. അതുപോലെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നതും ഒരു ട്രീ ഹൗസിന്റെ ആയിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കയറി കാണുക. അതൊരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വണ്ടികളെ കുറിച്ച് ഒന്നുമല്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്റെ കയ്യിലുള്ള എയർഗണ്ണിന്റെ റിവ്യൂ ആണ്. അതായത് എന്റെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഫ്രണ്ട് കമന്റ് ചെയ്തിരുന്നു എന്റെ എയർഗണ്ണിന്റെ ഒരു റിവ്യൂ ചെയ്യണമെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ഈ എയർഗൺ വാങ്ങിച്ചിട്ട് ഏകദേശം 2 കൊല്ലത്തോളമായി. അതായത് 2019 ജനുവരിയിലാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത്. ഇപ്പം മാർക്കറ്റിലൊക്കെ പുതിയ പുതിയ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ 2019 വാങ്ങിച്ച എയർഗണ്ണിന്റെ ഒരു എന്താ പറയുക 2 വർഷം ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകതകളും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാരണം നിങ്ങൾ ഈ കാണുന്ന പോലെ എന്നെ മടി ഇരിക്കുന്നത് തന്നെയാണ് എയർഗൺ. അത് ഞാൻ ബാഗിനകത്ത് വെച്ചേക്കുവാണ്. നമുക്ക് ഇനി ഓപ്പൺ ചെയ്ത് എടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ എയർഗൺ. നിങ്ങളിപ്പം വിചാരിക്കുമായിരിക്കും ഇതെന്തോ ഞാൻ ഈ തുണിയൊക്കെ ചുറ്റി വെച്ചേക്കുന്നതെന്ന്. കാരണം ഇത് RF കോട്ടഡ് അല്ല ഈ എയർഗൺ. അതായത് നമുക്ക് എയർഗൺസ് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് ഇതിപ്പം ബ്ലാക്ക് അല്ല, ഇതുകൊണ്ട് തന്നെ RF കോട്ടഡ് കിട്ടും, റെസ്റ്റ് ഫ്രീ കോട്ടഡ്. ഇത് റെസ്റ്റ് ഫ്രീ കോട്ടഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പിക്കാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ക്ലോത്തിനകത്ത് കുറച്ച് ഓയിൽ തേച്ച് അത് ഈ ബാരലിലും ഫുള്ള് തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് തുരുമ്പിക്കാനുള്ള ചാൻസ് കൂടുതല. അതായത് നമ്മുടെ ഈ പോർഷൻ നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഇടയ്ക്ക് കെയർ ചെയ്യാതെ മേടിച്ചുകൊണ്ടൊന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ചെറിയ ചെറിയ തുരുമ്പിക്കുന്നതിന്റെ എന്താ പറയുക നമുക്കൊരു ഇത് ഇൻഡിക്കേഷൻ കാണിച്ചു തുടങ്ങി. അതിനുശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ എയർഗൺ. ഇപ്പം നമ്മുടെ ഈ എയർഗൺ എന്ന് പറയുന്ന Precihole nx100 ക്ലബ് എലൈറ്റ് എന്ന് പറയുന്ന മോഡൽ. അതായത് ഇത് നമ്മുടെ റൈഫിൾ ക്ലബിലും കാര്യങ്ങളിലും ഒക്കെ ഷൂട്ടിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ തന്നെ പവർ കൂടിയതുണ്ട്, സെയിം nx100. ഇതിന്റെ പവർ എന്ന് പറയുന്നത് 180 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് 180 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിന്റെ തന്നെ ക്ലബ് എലൈറ്റ് അല്ല, പൊളാരിസ് ആണെന്ന് തോന്നുന്നു. പൊളാരിസ് എന്നാണെന്ന് തോന്നുന്നു മോഡലിന്റെ പേര്. അതിന്റെ മസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 240 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഏകദേശം ഇതിനേക്കാളും കൂടുതലാണ്. അതുപോലെ പവർ എന്ന് പറയുന്നത് ഇതിൻ്റെത് 7.5 ജൂളേ ഉള്ളു. മറ്റേതിൻ്റെത് ഏകദേശം 16 ജൂളോളമാണ്. അതായത് ഇത് നമ്മൾ ഷൂട്ടിംഗ് പ്രാക്ടീസിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പവർ കുറവ്. മറ്റേതിന് രണ്ടിനും സെയിം റേറ്റ് തന്നെ ആയിരുന്നു. അതിന് കുറച്ചുകൂടെ പവർ കൂടുതലുണ്ട്. ഈ ഒരു ക്ലബ്ബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗണ്ണായതുകൊണ്ടാണ് ഈ ഒരു പവർ കുറവ്. കാരണം നമ്മൾ ഷൂട്ടിംഗ് പ്രാക്ടീസാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ കാലിബർ എന്ന് പറയുന്നത് .177 ആണ്. 177ന്റെ പെല്ലറ്റ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്ന ഒരു ബ്രേക്ക് ബാരൽ എയർ റൈഫിൾ ആണ്. ബ്രേക്ക് ബാരൽ എയർ റൈഫിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇത് ഒടിച്ചിട്ട് ഇതിനകത്താണ് നമ്മൾ പെല്ലറ്റ് ഇടുന്നത്. ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഹാൻഡ് പിടിക്കുന്ന ഭാഗത്തായിട്ട് ഗ്രിപ്പുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ഗ്രിപ്പുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ നിന്നൊന്നും തെന്നിപ്പോകാനുള്ള ചാൻസ് കുറവാണ്. പിന്നീട് ഈ കാണുന്നതാണ് ചീക്ക് സ്റ്റോക്ക്. അതായത് നമ്മുടെ ചീക്ക് നമ്മളിപ്പോൾ ഈ ഗണ്ണ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിടിക്കുന്ന സമയത്ത് ഈ ചീക്ക് താണ്ട് ഇങ്ങനെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യുന്നത്. ഈ ബട്ട് റബ്ബറിന്റെ ആണ് വന്നേക്കുന്നത്. ബട്ട് പോർഷൻ വന്നേക്കുന്നത് റബ്ബറിന്റെ പീസാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗണ്ണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഫൈബർ പാർട്സ് കൊണ്ടാണെന്ന് തോന്നുന്നു, വുഡല്ല. ചില എയർ ഗണ്ണൊക്കെ വുഡിനകത്താണ് ചെയ്തു വരുന്നത്. ഇത് ഫൈബർ ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഫ്രണ്ട് സൈറ്റ് ഉണ്ട്, ബാക്ക് സൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഗണ്ണിന്റെ ഫ്രണ്ട് സൈറ്റ് എന്ന് പറയുന്നത്. ഇത് ബാക്ക് സൈറ്റ്. ഈ ബാക്ക് സൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഹൊറിസോണ്ടലും അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇതിനെ കുറിച്ച് പറയുമ്പം അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞല്ലോ. പിന്നെ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ എയർ ഗൺസ് കൂടുതലും വരുന്ന 2-3 കാറ്റഗറിയാണ്. ഒന്ന് സ്പ്രിങ്, പിന്നെ ഒന്നെന്ന് പറയുന്നത് നൈട്രോ പിസ്റ്റൺ, അതേപോലുള്ള ഇത് വരുന്നത്. പിന്നീട് വരുന്ന CO2, പിന്നെ വരുന്ന PCP റീചാർജ് ന്യൂമാറ്റിക്. ഇങ്ങനെ പോലെ 3-4 ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതെന്ന് പറയുന്ന നൈട്രോ പിസ്റ്റന്റെ എയർ റൈഫിളാണ്. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഷോട്ട്സ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. കമ്പനി പറയുന്ന ഏകദേശം 10,000 ഷോട്ട്സ് നമുക്ക് ഇതിനകത്ത് ഒറ്റ പിസ്റ്റനകത്ത് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പകരം സ്പ്രിങ് വരുമ്പോഴാണെങ്കിൽ 1000 ഷോട്ടാണെന്ന് പറയുന്നത്. നമ്മളൊരു ഏകദേശം ഒരു 8,000 ഷോട്ട് ആകുമ്പോഴത്തേക്കും ഇതിന്റെ പിസ്റ്റൻ മാറിയാൽ മതി. പിന്നീട് പിസ്റ്റൻ ഏകദേശം 3000 റുപ്പീസോളമാണ് വിലയെന്ന് തോന്നുന്നത്. പക്ഷേ സ്പ്രിങ്ങിന് അത്രയും വിലയൊന്നുമില്ല. പക്ഷേ സ്പ്രിങ് എത്ര 8 മാറുന്ന ടൈം നമുക്ക് ഇത് ഒറ്റ തവണ മാറിയാൽ മതി. അതുപോലെ തന്നെ സ്പ്രിങ്ങിനെ അപേക്ഷിച്ച് ഇതിന് വൈബ്രേഷൻസും ഒക്കെ കുറവാണ്. സ്പ്രിങ്ങിന് കൂടുതൽ വൈബ്രേഷൻ. അപ്പോൾ നമുക്ക് ടാർഗറ്റ് കറക്റ്റ് കിട്ടാനുള്ള ചാൻസ് കുറവ്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആക്യുറസി കൂടല്ല. ഈ ഗണ്ണിന് നല്ല ആക്യുറസി കിട്ടും. കറക്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെ ഈ ഗണ്ണിന്റെ പെലറ്റ് ചെല്ലും. പിന്നീട് നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പം ഇതിനകത്ത് ഈ പെല്ലറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ
സേഫ്റ്റി ഒരു പ്രധാന ഘടകം. അതുകൊണ്ട് ഇതിനകത്താണെങ്കിൽ ഒരു സേഫ്റ്റി ലോക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സേഫ്റ്റി ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര ഫയർ ചെയ്താലും നമ്മുടെ ട്രിഗർ എത്ര മൂവ് ചെയ്താലും പെല്ലറ്റിനതൊന്നും തെറിച്ചു പോകത്തില്ല, പെല്ലറ്റ് ഫയർ ആവത്തില്ല. പക്ഷേ ഈ ലോക്ക് മാറ്റി കഴിഞ്ഞാലേ പെല്ലറ്റ് ഫയർ ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു 2 സ്റ്റേജ് ട്രിഗർ സെറ്റപ്പാണ് നമ്മുടെ ഈ ഗണ്ണിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് എങ്ങനെ അതിന്റെ മെക്കാനിസം എന്നുള്ളത് കാണിച്ചു തരാം. അതിനു മുമ്പ് പറയാൻ വിട്ടുപോകുന്ന 2 കാര്യങ്ങളുണ്ട്. അതായത് ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3.1 kg ആണ്. അതുപോലെ ഇതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 1065 മില്ലിമീറ്റർ ആണ്. അതുപോലെ ഈ ബാരലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 460 mm ആണ്. ഇത് നമ്മൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഇത് ബ്രേക്ക് ബാരലാന്ന് പറഞ്ഞല്ലോ, അതായത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒടിച്ചു കഴിയുമ്പോഴത്തേക്കും പിസ്റ്റൺ ബാക്ക് ഒന്ന് ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പെല്ലറ്റ്സ് ഇടണം. പെല്ലറ്റ്സ് എന്ന് പറയുമ്പോൾ 0.177 mm ആണ് പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ റൗണ്ട് ഹെഡ് പെല്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഫ്ലാറ്റും ഉണ്ട്, പോയിന്റഡും ഉണ്ട്. ഫ്ലാറ്റ് കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മൾ ഷൂട്ടിംഗ് പ്രാക്ടീസിന് പോകുന്ന ടൈമിലായിരുന്നു. ഇത് റൗണ്ട് ഹെഡ് ആണ്, അതുപോലെ തന്നെ പോയിന്റഡും ഉണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് റൗണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഇതിനകത്തോട്ട് കാണാൻ പറ്റും. ദാണ്ട നമ്മൾ ഈ ഒരു പെല്ലറ്റ് കറക്റ്റ് ഈ ഒരു പോയിന്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഇത് കറക്റ്റ് മേലോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ലോഡായി. അതിനുശേഷം സേഫ്റ്റിയിലാണ് കിടക്കുന്നതെങ്കിൽ എത്ര പ്രസ് ചെയ്താലും ഫയർ ചെയ്യത്തില്ല. വേറെ ഇപ്പോൾ സേഫ്റ്റി ലോക്ക് ഓണാണ്. അപ്പോൾ നമ്മൾ ഈ സേഫ്റ്റി ലോക്ക് ഫ്രണ്ടിലോട്ട് തട്ടിക്കളഞ്ഞാൽ ഇനി നമുക്കിത് ഫയർ ചെയ്താണ്ട് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഫയർ ചെയ്താണ്ടാണ്. ജസ്റ്റ് ഫയറിങ് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ കൊള്ളിച്ച് നമുക്ക് താഴെ പോയി നോക്കാം. ഇപ്പം കുറേ നാളായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എത്രത്തോളം ഇത് കറക്റ്റ് ഒന്നും കൊള്ളുമെന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പം നമുക്കിനി ഇതൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഈ ഒരു ബോട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം കുറച്ച് ദൂരത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നമ്മൾ ഷൂട്ടിംഗ് പ്രാക്ടീസിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്, അല്ലാതുള്ള ഫയറിങ്ങിനൊന്നും അല്ല. അപ്പോൾ ഇതിന് കുറച്ച് പവർ കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്തത്. പിന്നെ കുറേ നാളെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് അപ്പം പിന്നെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് കൊള്ളിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലാസ്റ്റ് ഞാൻ പണ്ട് ഷൂട്ട് ചെയ്തിരുന്ന കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്യാം. അത് പക്ഷേ നല്ല ലെങ്തിലൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. നമ്മളെല്ലാം ഫുള്ള് റെക്കോർഡിംഗ് ആണ്, ഒന്നും കട്ട് ചെയ്യുന്നില്ല. ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിപ്പോൾ ബോട്ടിൽ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സൈഡ് വ്യൂ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ചെറിയൊരു ക്യാമറയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗണ്ണിനകത്ത് പെല്ലറ്റ്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. പെല്ലറ്റ്സ് ഇല്ല, ഒറ്റ പെല്ലറ്റേ ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിംഗിൾ ഷോട്ടാണ് ഗണ്ണ്. അപ്പോൾ നമ്മൾ പെല്ലറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുപ്പി ഒന്ന് വെടിവെച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കട്ടൊന്നും ചെയ്യുന്നില്ല, കറക്റ്റ് ഒറ്റ വീഡിയോ തന്നെയാണ് അത്. നമ്മൾ കണ്ടാണ് ഇതിൻ്റെ തന്നെ കറക്റ്റ് സൈഡ് വ്യൂ നമുക്ക് ആ ക്യാമറയ്ക്കകത്ത് നിന്നുള്ള വീഡിയോനകത്ത് ആഡ് ചെയ്ത് കാണിക്കാം. കണ്ടാണ് ആടെ ഇവിടെ കയറി പെല്ലറ്റ് തുളച്ച് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, 2 സൈഡിലും ഹോള് വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3-4 ബോട്ടിൽസ് ഞാൻ മാറ്റിയിട്ടുണ്ട്, നമ്മുടെ സ്പ്രേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 4 കുപ്പികളാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് 2 എണ്ണം സ്പ്രേ വരുന്നതാണ്, ബാക്കി 2 എണ്ണത്തിൽ 1 പ്ലാസ്റ്റിക്കും 1 ഗ്ലാസ്സുമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെടിവെച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യമേ ഈ വലുത് തന്നെ വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബോട്ടിൽ വെക്കുക. ആണ് ആദ്യത്തെ വെച്ച് പിന്നെ അതിന് ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അവസ്ഥ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പെല്ലറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഔട്ട്ഡോർ നിന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കാക്കയുടെ കരച്ചിലും കാറ്റിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കണ്ടില്ല എന്ന് നടിക്കുക. നമുക്കിനി ആ ഒരു ബോട്ടിൽ എങ്ങനെയുണ്ടെന്ന് വെടിവെച്ച് നോക്കാം. ഓക്കെ, ബാ നമുക്കത് ഹോള് പണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാ ഇവിടാണ് കൊണ്ടത് തുളച്ചിപ്പുറത്തൂടെ വെളിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഏകദേശം ഇതിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ഇനി ഇതൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ രണ്ടാമത്തെ നമ്മളിത് കറക്റ്റ് 3-ാമത്തെ ബോട്ടിലാണ്. നമ്മൾ ആദ്യമേ ഒരു സ്പ്രൈറ്റിൻ്റെ കുപ്പിക്കകത്ത് വെച്ച് നോക്കിയായിരുന്നു. അപ്പം അതിനുശേഷമാണ് നമ്മൾ 4 ബോട്ടിൽ വേറെ എടുത്തത്. അപ്പം 3-ാമത്തെ ബോട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്.
ഇനി അത് എങ്ങനെ പെനിട്രേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ഇതുവഴി കയറി പുറത്തൂടെ പെനിട്രേറ്റ് ചെയ്ത് വെളിയിൽ പോയി. നമുക്ക് നെക്സ്റ്റ് ഇതൊരു പ്ലാസ്റ്റിക് കുപ്പി. ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ അടികൊണ്ട് തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം നിറയ്ക്കാം. വേണ്ട, കുപ്പി നിങ്ങൾ കണ്ടു കാണും. വേണ്ട, ഇത്രയേ ഉള്ളൂ കുപ്പി, ചെറിയ കുപ്പിയാണ്. അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് കൊള്ളാനും ചാൻസ് ഉണ്ട്, കൊള്ളാതിരിക്കാനും ചാൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഈ ബ്രേക്ക് ബാരൽ റൈഫിനകത്തൊക്കെ ഒറ്റ ഷോട്ട് വെച്ച് അടിക്കാൻ പറ്റത്തുള്ളൂ. പകരം PCP ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാഗസിൻ കിട്ടും. 10 എണ്ണമൊക്കെ ലോഡ് ചെയ്ത് അടിക്കാൻ പറ്റും. ഇതിപ്പോൾ സിംഗിൾ ഷോട്ട് ചെയ്ത് അടിക്കാൻ പറ്റുന്നുള്ളൂ. അതും കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യമുണ്ട്. ആണിത് കണ്ടോ, ഇത് കൊണ്ട് സംഭവം ഇവിടെ ആണ് അകത്തോട്ട് കയറിയത്. എന്നിട്ട് പക്ഷെ പുറത്ത് പോകാൻ ഈ സൈഡിൽ കൂടെ എന്തോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെല്ലറ്റ് കൊണ്ടപ്പോഴത്തേക്കും ഇത് കറങ്ങിയ സമയത്ത് പെല്ലറ്റ് അകത്ത് കയറിയിട്ട് ഇതുവഴിയാണ് പുറത്ത് പോയത്. അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ട് അത് സാധാരണ നേരെ തന്നെ സ്ട്രെയിറ്റ് ലൈനിലായത് പോകേണ്ടി. ഇതിപ്പോൾ ഒരു ആംഗിളിനകത്താണ് പോയേക്കുന്നത്. നേരെ കയറി സൈഡിൽ കൂടെയാണ് വെളിയിൽ പോയേക്കുന്നത്. നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കുപ്പി വെച്ച് നോക്കാം. ഇത് പൊട്ടുവോ ഇല്ലയോ എന്ന് നോക്കാം. കാരണം ഇത് ഗ്ലാസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പവറൊന്ന് നോക്കാം. ഇത് പൊട്ടിപ്പോവോ ഇല്ലയോ എന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഇപ്പം നമ്മളിനി നാടെ കുപ്പി ഗ്ലാസ് ടൈപ്പ് ആണ് പൊട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, അടികൊണ്ട് വീണ് നോക്കട്ടെ എന്ത് സംഭവിച്ചു. പൊട്ടിപ്പോയി. കണ്ടാണ് എടുത്തപ്പോഴത്തേക്കും പൊട്ടി. പെല്ലറ്റ് ഇതിനകത്ത് കാണുന്നില്ല. പെല്ലറ്റ് വെളിയിൽ പോയെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം പൊട്ടി, പെല്ലറ്റ് വെളിയിൽ പോയിട്ടുണ്ട്. സംഭവം അത്യാവശ്യം പവറൊക്കെ ഉള്ള തന്നെയാണ്. ക്ലബിൽ യൂസ് ചെയ്യുന്ന മോഡല് വെപ്പണാണെങ്കിലും അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. കാരണം ഇതിന് ഏകദേശം 150 മീറ്റർ/സെക്കൻഡ് മാത്രമേ ഇതിൻ്റെ പവർ വരത്തുള്ളൂ. സെയിം സാധനം തന്നെ പവർ കൂടിയതുകൊണ്ട് വിലയെല്ലാം സെയിം തന്നെ. അതിന് ഏകദേശം 240 മീറ്റർ/സെക്കൻഡ് ആണ് വരുന്നത്. അപ്പോൾ വ്യത്യാസം കണ്ടാണ്. ഇത് നമ്മൾ ക്ലബിൽ ഷൂട്ടിംഗ് പ്രാക്ടീസിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നീട് ഈ ഗണ്ണ് 2 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗണ്ണ് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊടുത്ത പൈസ മുതലാണ്. നമ്മൾ സ്പ്രിംഗ് ഒക്കെ വാങ്ങിക്കുന്ന സ്പ്രിങ്ങിന് റീകോയിലും വൈബ്രേഷനൊക്കെ കൂടുതലാണ്. അതിനൊക്കെ അപേക്ഷിച്ച് റീകോയിലും വൈബ്രേഷനൊക്കെ വളരെ കുറവാണ്. പിന്നെ അന്ന് ഞാൻ PCP ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. അപ്പോൾ അതിനൊക്കെ 10-25,000 രൂപ റേഞ്ചാണ് വില. അപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ഇത്ര നല്ലൊരു ഗണ്ണ് വേറെ കിട്ടാനില്ല. നല്ല ഗണ്ണ് തന്നെയാണ്. പിന്നീട് എന്താ പറയുക, വിൻഡ് നോയ്സും കാക്കയുടെ ഒക്കെ കരച്ചിലൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിൽ നിന്ന് അടിക്കണം. വെളിയിൽ നിന്നൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാം നമ്മുടെ ചാനൽ ഒന്ന് എത്തിക്കുക. ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.